നമസ്കാരം. സാധാരണഗതിയിൽ IT സെക്ടറിലെ കമ്പനികൾ Q3 സെഷനിൽ വീക്ക് ക്വാർട്ടർലി റിസൾട്ടാണ് പുറത്തുവിടുന്നത്. ഈ വീക്ക് ക്വാർട്ടർലി സെഷനിലും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കായി മാറുകയാണ് TCS. TCS ഇന്ന് 0.37% ഉയർന്ന് 3726 ക്ലോസിംഗ് നൽകി. 13 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 30.54, ഡിവിഡൻഡ് ഈൽഡ് 1.34%. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 3929, 52 വീക്ക് ലോ 3070. TCSൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 4% ഉയരുകയും ക്വാർട്ടർ ടു ക്വാർട്ടർ 2% ഉയരുകയും ചെയ്തു. 11,058 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഓപ്പറേറ്റിംഗ് മാർജിൻ 50 ബേസിസ് പോയിന്റ് ഉയർന്ന് 25% എത്തുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിലെ പ്രധാന ഹൈലൈറ്റുകളിലേക്ക് കടക്കാം. ഒന്ന്, ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ റവന്യൂ 4% വർദ്ധിച്ച് 58,229 കോടിയിൽ നിന്നും 60,583 കോടിയായി മാറി. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ റവന്യൂവിൽ 1.5% വർധനവാണ് ഉണ്ടായത്. 59,692 കോടിയിൽ നിന്നും 60,583 കോടിയിലേക്കാണ് റവന്യൂ വർദ്ധിച്ചത്. കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്ത് 1.7% ഇയർ ഓൺ ഇയറിൽ കമ്പനി നേടിയെടുക്കുകയും ചെയ്തു. കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് 2% വർദ്ധിച്ച് 10,883 കോടിയിൽ നിന്നും 11,097 കോടിയിലേക്ക് മാറി. അതേസമയം ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റിൽ 2.5% ഇടിവാണ് വന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ 11,380 കോടി രൂപയുടെ പ്രോഫിറ്റായിരുന്നു കമ്പനി നേടിയത്. ഇപ്പോൾ പ്രോഫിറ്റ് 11,097 കോടിയായി കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ TCSൻ്റെ റിസൾട്ടിനെ ഇൻഫോസിസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ TCSൽ ഇയർ ഓൺ ഇയറിൽ കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്ത് നമ്മൾക്ക് കാണാൻ സാധിച്ചു. എന്നാൽ ഇൻഫോസിസിൻ്റെ കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്ത് ഇയർ ഓൺ ഇയറിൽ ഇടിയുകയാണ് ഉണ്ടായത്. കൂടാതെ ഇൻഫോസിസിൻ്റെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇടിഞ്ഞിട്ടുണ്ട്. ഇൻഫോസിസിൻ്റെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ 1.7% ഇടിഞ്ഞപ്പോൾ TCSൻ്റെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ 2.5% ഇടിഞ്ഞത്. പക്ഷേ ഇയർ ഓൺ ഇയറിൽ ഇൻഫോസിസിൻ്റെ പ്രോഫിറ്റ് 7% ഇടിഞ്ഞപ്പോൾ TCSൻ്റെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 2% വർദ്ധിച്ചു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് TCS 27 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനുവരി 19 ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ്. സെക്ടോറിയൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എനർജി, സൊല്യൂഷൻസ്, യൂട്ടിലിറ്റി തുടങ്ങിയ സെക്ടറുകളിൽ കമ്പനി 11% വളർച്ച കൈവരിച്ചിട്ടുണ്ട്. മാനുഫാക്ചറിംഗ് സെക്ടറുമായി ബന്ധപ്പെട്ട IT സർവീസിൽ കമ്പനി 7% വളർച്ച കൈവരിക്കുകയും ലൈഫ് സയൻസ് ആൻഡ് ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിൽ കമ്പനി 3.1% വളർച്ച കൈവരിക്കുകയും ചെയ്തു. പക്ഷേ കൺസ്യൂമർ ബിസിനസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട IT സർവീസുകളിൽ കമ്പനി 0.3% ഇടിവും, BFSI സെഗ്മെൻറ്റിൽ 3% ഇടിവും, മീഡിയ സെഗ്മെൻറ്റിൽ 4% ഇടിവും രേഖപ്പെടുത്തി. ഏറ്റവും മികച്ച പെർഫോമൻസ് അല്ലെങ്കിൽ ഏറ്റവും രീതിയിലുള്ള വളർച്ച കൈവരിച്ചത് യുണൈറ്റഡ് കിങ്ഡമിലാണ്. യുണൈറ്റഡ് കിങ്ഡമിൽ ഇയർ ഓൺ ഇയറിൽ 8% വളർച്ച TCS കൈവരിച്ചു. യൂറോപ്യൻ കോണ്ടിനെൻറ്റിൽ 0.5%, നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ 3% വളർച്ചയും കൈവരിച്ചു. എമർജിംഗ് മാർക്കറ്റിൽ ഇന്ത്യയിൽ കമ്പനി 23.4% വളർച്ച, മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും 16% വളർച്ചയും, ലാറ്റിൻ അമേരിക്കയിൽ 13% വളർച്ചയും, ഏഷ്യ പസഫിക് റീജിയനിൽ 3.9% വളർച്ചയും കമ്പനി കൈവരിച്ചു. കൂടാതെ 13.3 എന്ന അട്രിഷൻ റേറ്റ് കമ്പനി നിലനിർത്തുന്നുണ്ട്. TCSൻ്റെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ $8 ബില്യൺ അടുത്തായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തിയാൽ അവിടെ നിന്നും വലിയ ഇടിവ് വന്നിട്ടുണ്ട്. $11 ബില്യൺ മുകളിലുള്ള ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ ആയിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിൽ ലഭിച്ചത്. ഇത് ഒട്ടുമിക്ക IT കമ്പനികളിലും പ്രകടമായിട്ടുണ്ട്. ഇൻഫോസിസിൻ്റെയും ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നേർപകുതിയായിട്ടുണ്ട്. ഓവറാൾ ഈ രണ്ട് IT സെക്ടറിലെ കമ്പനികളുടെയും പെർഫോമൻസിൽ ഒരു കൺക്ലൂഷൻ എടുക്കുകയാണെങ്കിൽ റവന്യൂ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇംപ്രൂവ് ആയിട്ടുണ്ട്. അതേസമയം പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ ഇടിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇയർ ഓൺ ഇയറിൽ TCS മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്ത് TCSന് ഉയർത്താൻ സാധിച്ചത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇടിയുകയും ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഇപ്രാവശ്യം IT കമ്പനികളിൽ നിന്നും ഒരു വീക്ക് ക്വാർട്ടർലി റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അത്ര വലിയ നെഗറ്റീവ് റിയാക്ഷൻ ഈ സ്റ്റോക്കുകളിൽ വരാനുള്ള സാധ്യതയില്ല. TCS എന്ന സ്റ്റോക്ക് റീസെൻ്റ്ലി അതിൻ്റെ റെസിസ്റ്റൻസ് സോണായ 3900 നിന്നും കറക്റ്റായി 3726 ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 3600 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണാണ്. 3600, 3500 തുടങ്ങിയ ലെവലുകൾ സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്